നിയമത്തിൽ സ്വന്തം രക്തത്തെ ഇത്രമാത്രം ചീറ്റ് ചെയ്ത വേറെ ഒരാളില്ല യാക്കോബിനെ പോലെ. യാക്കോബാണ് അത് ചെയ്തത്. പക്ഷേ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പേടിച്ച് യാക്കോബ് തിരിച്ചു വരുമ്പോൾ കാണുന്ന സീനെന്ന് വെച്ചാൽ തൻ്റെ സഹോദരൻ ഏസാവ് അടുത്തോട്ട് വരികയും അവനെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സീനാണ്. ആ സീനിൽ യാക്കോബ് പ്രതീക്ഷിച്ചതൊരു പ്രതികാരമാണ്. പക്ഷേ ഏസാവ് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ യാക്കോബിൻ്റെ ഒരു ഡയലോഗുണ്ട്, ദൈവത്തെ കണ്ടാൽ എന്ന പോലെ ഞാൻ അങ്ങയുടെ മുഖം കാണുന്നുവെന്ന്. ഇത് യാക്കോബും ഏസാവും തമ്മിലാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് ക്ഷമയുടെ പാഠം പറഞ്ഞു തരുന്നുണ്ട്. നീ കാഴ്ചയർപ്പിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് നിന്നോട് സഹോദരൻ എന്തെങ്കിലും തെറ്റിയതെന്ന് നീ ആലോചിച്ചാൽ തിരികെ ചെന്ന് സഹോദരനോട് ക്ഷമ പറഞ്ഞ് തിരിച്ചു വന്ന് കാഴ്ചയർപ്പിക്കുക എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ രക്തബന്ധങ്ങളോടൊന്നും അത്ര തെറ്റ് ചെയ്യാറില്ല. രക്തബന്ധങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കാം. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ അയൽപക്കത്തൊക്കെ നമ്മളായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങളോട് നമുക്ക് അസൂയയുടെ പേരിൽ ദേഷ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കാം. കുറേ വർഷങ്ങളായിട്ട് ഞാനായിരിക്കുന്ന ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി ഒരുപാട് പേരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരനെ കുറിച്ചല്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മൾ മൈൻഡ് ചെയ്യാത്ത, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഈ ഞായറാഴ്ച പള്ളി പോകുന്നതിന് മുൻപ് നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് ആരോടെങ്കിലും മനസ്സിൽ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് സോറി എന്ന് പറയാൻ നമുക്ക് ശ്രമിക്കാം.